നമസ്കാരം സുഹൃത്തുക്കളെ. വസ്ത്രങ്ങളിൽ നിന്നും അത്തറിന്റെ സുഗന്ധം പരക്കുന്നത് ഒരു സാധാരണ കാര്യമാണ്. എന്നാൽ നമ്മുടെ സ്വഭാവവും വ്യക്തിത്വവും സുഗന്ധപൂരിതമാവുമ്പോഴാണ് ഒരു വ്യക്തി മഹാനാവുന്നത്. ഇതിനെ നമ്മൾ കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ തിളക്കമാർന്ന വ്യക്തിത്വം എന്ന് പറയുന്നു. ശ്രേഷ്ഠമായ ഒരു വ്യക്തിത്വത്തിന് ഉടമയാകണമെന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു. നമ്മുടെ വ്യക്തിത്വത്തിന്റെ സുഗന്ധം മറ്റുള്ളവർക്ക് സുഖം നൽകണം, ആനന്ദം നൽകണം. നമ്മുടെ വ്യക്തിത്വത്തെ മഹത്വപൂർണ്ണമാക്കുന്നതിന് നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? ഇതിനായി ഞാൻ നിങ്ങൾക്ക് 5 കാര്യങ്ങൾ പറഞ്ഞു തരാം. ഈ 5 കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ തുടങ്ങുന്നതോടെ ദിവസങ്ങൾക്കകം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ തികച്ചും വ്യത്യസ്തമായ ഒരു ഗ്ലോ, ഒരു തിളക്കം, ഒരു വ്യത്യസ്ത തരത്തിലുള്ള സന്തോഷം, വ്യത്യസ്ത തരത്തിലുള്ള ആകർഷണം ഉണ്ടാവാൻ തുടങ്ങുന്നു. നിങ്ങൾ ഒരു തിളക്കമാർന്ന വ്യക്തിത്വം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള ഏറ്റവും ആദ്യത്തെ ടിപ്പാണ് ഡു നോട്ട് ഡിവൈഡ് യുവർ അറ്റൻഷൻ. നിങ്ങളുടെ ശ്രദ്ധ പലതിലേക്കായി തിരിയരുത്. ഇങ്ങനെയുള്ള ആളുകളുടെ ഫോക്കസ്, ഇവരുടെ അറ്റൻഷൻ വളരെ മികച്ചതായിരിക്കും. അവർ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ മനസ്സും ബുദ്ധിയും അക്കാര്യത്തിൽ പൂർണ്ണമായും അർപ്പിക്കുന്നു. അതിനാൽ അവർക്ക് നല്ല ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ടായിരിക്കും. അവർ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലായിരിക്കും പൂർണ്ണ ശ്രദ്ധ. എന്നാൽ അവരെന്തെങ്കിലും വിനോദത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിലായിരിക്കും പൂർണ്ണ ശ്രദ്ധ. നമ്മുടെ വ്യക്തിത്വത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവാനുള്ള പ്രധാന കാരണം നമ്മുടെ ശ്രദ്ധ പല കാര്യങ്ങളിലേക്കായി ഡിവൈഡ് ചെയ്യപ്പെടുന്നു എന്നതാണ്. നമ്മുടെ ശ്രദ്ധ പല കാര്യങ്ങളിലേക്കായി ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോക്കസ് കുറയുന്നു, നമ്മുടെ എനർജിയും ഡിവൈഡ് ചെയ്യപ്പെടുന്നു, വിജയം നമ്മളിൽ നിന്നും ദൂരെയാകുന്നു. അതിനാൽ നിങ്ങൾ ഒരു പവർഫുൾ, വണ്ടർഫുൾ, കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യുക, മുഴുവൻ കോൺസെൻട്രേഷനോട് കൂടി ചെയ്യുക, മുഴുവൻ ഫോക്കസോടുകൂടി ചെയ്യുക. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് തോന്നാം ഇത് മൾട്ടി ടാസ്കിങ്ങിന്റെ കാലമാണ്. എന്നാൽ മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോൾ എനർജി ഡിവിഷൻ ഉണ്ടാവുന്നത് കാരണം ഒരു കാര്യവും പൂർണ്ണമായി വിജയകരമായി ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനാൽ കരിസ്മാറ്റിക് പേഴ്സണാലിറ്റിക്ക് ഫോക്കസ് എന്നത് വളരെ പ്രധാനമാണ്. ഒരു സമയത്ത് ഒരു കാര്യം മാത്രം ചെയ്യുക. ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ നോക്കിയാലും എല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ചിരിക്കുന്നുണ്ടാവും, ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ടാവും, TV കാണുന്നുണ്ടാവും, മൊബൈൽ നോക്കുന്നുണ്ടാകും, ലാപ്ടോപ്പിൽ എന്തെങ്കിലും ജോലിയും ചെയ്യുന്നുണ്ടാകും, ചിലപ്പോൾ അതിനോടൊപ്പം ഭക്ഷണം കഴിക്കുന്നുണ്ടാകും. ഇക്കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ പൂർണ്ണ ശ്രദ്ധയില്ലാത്തത് കാരണം ഒരു കാര്യവും ഫുൾ സാറ്റിസ്ഫാക്ഷനോടെ ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മുടെ പവർ, ഫോക്കസ് നമുക്ക് നഷ്ടമാകുന്നു. കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി നമ്മിൽ നിന്നും അകന്നു പോകുന്നു. ഒരു ദിവസം നിങ്ങൾ ഈ മന്ത്രം കൂടെ വയ്ക്കൂ. ഇന്ന് ഓരോ കാര്യവും ഞാൻ ഫോക്കസോടുകൂടെ ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ സമയം, പവർ, എനർജി ഇവയെല്ലാം സേവ് ചെയ്യാൻ സാധിക്കും. സോ ഓൾവേസ് ഹാവ് ആൻ അൺഡിവൈഡഡ് അറ്റൻഷൻ. ഇത് വളരെ പ്രധാനമാണ്. എവിടെയാണോ നമ്മുടെ അറ്റൻഷൻ, അവിടേക്ക് നമ്മുടെ എനർജി പോകുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ ഒരു കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായി പവർഫുൾ ഡിസിഷൻ എടുക്കുക എന്നത് വളരെ പ്രധാനമാണ്. ലാക്ക് ഓഫ് ഡിസൈസീവ്നെസ് നമ്മുടെ കരിസ്മയെ നമ്മിൽ നിന്നും അകറ്റുന്നു. വണ്ടർഫുൾ ലീഡേഴ്സ് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയ ആളുകൾ ജീവിതത്തിൽ പവർഫുൾ ഡിസിഷൻസ് എടുക്കുന്നു. ഇതിനർത്ഥം 100% അവരുടെ ഡിസിഷൻസ് ശരിയായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ 100 ഡിസിഷൻസ് എടുക്കുമ്പോൾ അതിൽ 20% അല്ലെങ്കിൽ 30% തെറ്റാകാം. ആ ഡിസിഷൻസ് തെറ്റാണെങ്കിൽ കൂടി അവർ അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അവർ ജീവിതത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നുവോ, നിർണയമെടുക്കുന്നുവോ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും സ്വയം ഏറ്റെടുക്കുന്നു. ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മൾ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും നമ്മെ തന്നെ ചീറ്റ് ചെയ്യുകയാണ്. ഞാൻ ഈ തീരുമാനമെടുത്തു നമ്മൾ പറയാറുണ്ട്.
എന്നാൽ ആ തീരുമാനം തെറ്റായാൽ മറ്റുള്ളവരിൽ അത് ആരോപിക്കുന്നു. ഇത് താങ്കൾ കാരണമാണ് സംഭവിച്ചത്, ഇത് മറ്റുള്ളവർ കാരണമാണ് സംഭവിച്ചത്, അവരിങ്ങനെ ചെയ്യരുതായിരുന്നു. സുഹൃത്തുക്കളെ, കരിസ്മാറ്റിക് പേഴ്സണാലിറ്റിക്കായി സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ഡിസിഷൻസിനെ കുറിച്ച് പറയുമ്പോൾ, റെസ്പോൺസിബിലിറ്റി അതിൻ്റെ കൂടെ ഇൻ്റഗ്രേറ്റഡ് ആണ്. ഇത് നമ്മുടെ ഇൻ്റഗ്രിറ്റി എടുത്തു കാണിക്കുന്നു, നമ്മുടെ പവർ എടുത്തു കാണിക്കുന്നു. ഇത് നമ്മുടെ കോൺസെൻട്രേഷൻ പവറിനെ, നമ്മുടെ ശ്രേഷ്ഠ വ്യക്തിത്വത്തെ, നമ്മുടെ മനോസ്ഥിതിയെ കാണിക്കുന്നു. എത്രമാത്രം ദൃഢനിശ്ചയം നമ്മൾ എടുത്തുവെന്ന്, എത്രമാത്രം ഡിറ്റർമിൻഡ് ആണ് നമ്മളിന്ന്. എന്നാൽ സുഹൃത്തുക്കളെ, ഇതിൻ്റെ അർത്ഥം നമ്മുടെ ഡിസിഷൻസ് തെറ്റാണെങ്കിലും നമ്മൾ അതിൽ മുറുകെ പിടിച്ചിരിക്കണമെന്നതല്ല. ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുക എന്നത് വളരെ ആവശ്യമാണ്. കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി ആഗ്രഹിക്കുന്നവർ പവർഫുൾ ഡിസിഷൻസ് എടുക്കുന്നു. എന്നാൽ അഡാപ്റ്റബിലിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും അവരുടെ ഗുണങ്ങളാണ്. പരിതസ്ഥിതി അനുസരിച്ച്, സിറ്റുവേഷൻ അനുസരിച്ച് ശരിയായ രീതിയിൽ തന്നെ സ്വയം മോൾഡ് ചെയ്യുക, അഡാപ്റ്റഡ് ആവുക, ഇത് അവരുടെ വ്യക്തിത്വ വികാസത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതുകൊണ്ട് നാം കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫ്ലെക്സിബിലിറ്റിയും അഡാപ്റ്റബിലിറ്റിയും വളരെ ആവശ്യമാണ്. ഇതിനായി നമുക്ക് വെള്ളത്തിൻ്റെ ഉദാഹരണം എടുക്കാം. നമ്മൾ വെള്ളം ഏത് പാത്രത്തിലാണോ നിറയ്ക്കുന്നത് ആ പാത്രത്തിൻ്റെ രൂപം സ്വീകരിക്കുന്നു, സ്വയം മോൾഡ് ചെയ്യുന്നു. എത്ര ശീതളത വെള്ളത്തിനുണ്ടോ അത്രയും ശക്തിയുമുണ്ട്. ഇപ്രകാരം കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി ഉള്ളവരും ഫ്ലെക്സിബിലിറ്റിയുടെയും അഡാപ്റ്റബിലിറ്റിയുടെയും ഗുണങ്ങൾ ഉള്ളതിനാൽ ഓരോ പരിതസ്ഥിതിയിലും വിജയം കൈവരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വേണ്ട 4ാമത്തെ ഗുണമാണ് നിങ്ങൾ ഒരു നല്ല ലിസണർ ആയിരിക്കുക എന്നത്. കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി ഉള്ളവർ നന്നായി സംസാരിക്കും, പക്ഷേ സംസാരിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിച്ച് കേൾക്കും. ലിസൺ ഫസ്റ്റ് ആൻഡ് സ്പീക്ക് സെക്കൻഡ്. യു മേ ബി എ ഗ്രേറ്റ് ടോക്കർ. താങ്കൾ ചിലപ്പോൾ ശ്രേഷ്ഠമായി സംസാരിക്കാൻ കഴിവുള്ള ആളായിരിക്കാം, ബട്ട് യു ഷുഡ് ബി എ ഗ്രേറ്റ് ലിസണർ. സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് മറ്റുള്ളവർക്ക് പറയാനുള്ളത് ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും അവരുടെ ദൃഷ്ടികോൺ എന്താണെന്ന്, അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത്, അവരുടെ ചിന്താഗതി എന്താണ്, അവരുടെ മനോസ്ഥിതി എന്താണ് എന്നുള്ളത്, ഈ പരിതസ്ഥിതിയെക്കുറിച്ച് അവർ എന്താണ് ചിന്തിക്കുന്നതെന്ന്. ഇങ്ങനെ കേൾക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പല പുതിയ കാര്യങ്ങളും പഠിക്കാനും സാധിക്കും. നാം എല്ലാവരും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആ സിറ്റുവേഷനെ അനലൈസ് ചെയ്യുന്നു. അതിനെ പ്രോപ്പറായി ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മുടെ പേഴ്സ്പെക്റ്റീവ് ആളുകൾക്ക് മുന്നിൽ വെക്കുന്നതിന് ഒരു ഡയറക്ഷൻ നമുക്ക് കിട്ടുന്നു. നിങ്ങൾക്ക് വളരെ നന്നായി സംസാരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ പോലും സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യം മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി ഉള്ള ഒരാൾ ശാന്തമായി ആദ്യം മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നു. ഏറ്റവും ആവശ്യമായിട്ടുള്ള 5ാമത്തെ ഗുണമാണ് ക്ഷമാശീലം. പേഷ്യൻസ് ഇസ് വെരി വെരി പവർഫുൾ. ദേ ഡു നോട്ട് സ്പീക്ക് ഫാസ്റ്റ്, ദേ ഡു നോട്ട് മൂവ് ഫാസ്റ്റ്. വേഗം ചെയ്യൂ, വേഗം ചെയ്യൂ, സമയമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ തിളക്കത്തെ നമ്മിൽ നിന്നും ദൂരെയാക്കുന്നു. ഭഗവാന് സമാനം ശക്തി, ഭഗവാന് സമാനം ശാന്തി, ഭഗവാന് സമാനം ക്ഷമ. ഇതെല്ലാം അവരിലുള്ള ശ്രേഷ്ഠ ഗുണങ്ങളാണ്. അവർ സംസാരിക്കുമ്പോൾ, അവർ ചിന്തിക്കുമ്പോൾ, അവരെന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ വാക്കിലും ചിന്തയിലും കർമ്മത്തിലും ക്ഷമാശീലം നമുക്ക് കാണാൻ കഴിയും. അതിന് സ്ലോ സ്പീഡ് എന്ന് പറയാൻ പറ്റില്ല. ആ സ്ലോനെസ്സിലും ഒരു ശക്തിയുണ്ട്, ക്ഷമയുണ്ട്. അവരുടെ ചിന്തകളിലും വാക്കുകളിലും വളരെയധികം ശക്തിയുണ്ട്. അവരുടെ ഓരോ വാക്കുകളും ചിന്തകളും സഫലമാകുന്നു. അതുകൊണ്ട് നമുക്ക് കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി ഉണ്ടാവണമെങ്കിൽ നമ്മളിൽ ക്ഷമാശീലം വളർത്തിയെടുക്കണം. ഓരോ പരിതസ്ഥിതിയിലും ശാന്തരായി ക്ഷമയോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ തിളക്കം വർദ്ധിക്കുന്നു. കരിസ്മാറ്റിക് പേഴ്സണാലിറ്റിക്ക് ആവശ്യമായ മറ്റൊരു ഗുണമാണ് കൈൻഡ്നെസ് അല്ലെങ്കിൽ കരുണ. സുഹൃത്തുക്കളെ, നമുക്ക് ജീവിതത്തിൽ മറ്റുള്ളവരെ പ്രതി കരുണയുണ്ടെങ്കിൽ, ദയാഭാവമുണ്ടെങ്കിൽ മറ്റുള്ളവരെ ജീവിതത്തിൽ ഉയർത്താൻ പഠിക്കുന്നു. മറ്റുള്ളവരുടെ ഭാവനയെ മനസ്സിലാക്കുക,
മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കുക, അവർക്ക് സഹായം നൽകുക. സുഹൃത്തുക്കളെ, നമ്മുടെ വാക്കുകളിലൂടെയും കർമ്മങ്ങളിലൂടെയും മറ്റുള്ളവർക്ക് സുഖം നൽകുക, അവരെ സഹായിക്കുക, ഇവയെല്ലാം കരിസ്മാറ്റിക് പേഴ്സണാലിറ്റിയെ പവർഫുൾ രൂപത്തിൽ ഗ്രൂം ചെയ്യുന്നു. ഇങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവരിൽ നിന്നും ബ്ലെസ്സിങ്സ് ലഭിക്കുന്നു. ഈ ബ്ലെസ്സിങ്സ് അവരെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്ന മാധ്യമമായി മാറുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ കണ്ടു, നമ്മൾ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളിലും പൂർണ്ണമായ ശ്രദ്ധ വയ്ക്കുകയാണെങ്കിൽ, ഫോക്കസ് വയ്ക്കുകയാണെങ്കിൽ, ഉറച്ച തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ, അതിനോടൊപ്പം തന്നെ തീരുമാനങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണെങ്കിൽ, തീരുമാനങ്ങൾ എടുക്കുകയാണ് എങ്കിൽ പോലും പരിതസ്ഥിതികൾക്കനുസരിച്ച് ഫ്ലെക്സിബിലിറ്റിയും അഡാപ്റ്റബിലിറ്റിയും ഉണ്ടെങ്കിൽ, നമ്മെ തന്നെ മോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വ്യക്തിത്വം തിളക്കമാർന്നതാകും. ക്ഷമാശീലമുണ്ടെങ്കിൽ, മറ്റുള്ളവരെ പ്രതി ദയാമനസ്കതയുണ്ടെങ്കിൽ നമുക്ക് തിളക്കമാർന്ന വ്യക്തിത്വം ലഭിക്കും. ഇങ്ങനെയുള്ളവർ എല്ലായ്പ്പോഴും മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ശാന്തമായി കേൾക്കുന്നു. അവസാനം മാത്രം തൻ്റെ വാക്കുകൾ സംക്ഷിപ്തമായി പവർഫുൾ വൈബ്രേഷനോടുകൂടി പറയുന്നു. കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി എന്നത് ഒരു യുണീക്ക് മൈൻഡ് സെറ്റാണ്. ഇങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റി സ്വന്തമാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. ട്രൈ ചെയ്തു നോക്കൂ. ഒരാഴ്ച നിങ്ങൾ ട്രൈ ചെയ്തു നോക്കൂ. പതുക്കെ പതുക്കെ നിങ്ങളുടെ ജീവിതം എക്കാലത്തേക്കുമായി ചേഞ്ച് ആവും. താങ്ക് യു ഫ്രണ്ട്സ്.